ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ അടുക്കള വിശേഷങ്ങൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ നമ്മളെല്ലാ വിശേഷങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇന്നും. ഇവിടെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. മുറ്റത്തിറങ്ങാൻ വയ്യ, പെരയ്ക്കകത്തിരിക്കാൻ വയ്യ, ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും അവസ്ഥ. അപ്പോൾ നാളെ കുംഭം 1-ാം തീയതിയാണ്. ഇനിയും ചൂടാണ് പൊന്നെ, ഭയങ്കര ചൂടായിരിക്കല്ലേ. അടുത്ത മാസമല്ലേ? അടുത്ത മാസം എന്ന് പറയാൻ എന്തുവാ, നാളെ 1-ാം തീയതി ശിവരാത്രിയൊക്കെ വരുവാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഒരാശ്വാസമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകാം. തലവേദനയൊക്കെ ആയിരുന്നു. ഇന്നലെ രാത്രി അങ്ങ് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. രാവിലെയും തലവേദനയൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ നമ്മളെല്ലാവരും അങ്ങ് പോവല്ലേ. ഒരളെ എന്ന് മദ്ദളത്തോട് പറയുന്നത് പോലെ ഞാനും എന്ന് ഓരോരോ സങ്കടങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ രാവിലെ ഒത്തിരി ജോലികളൊക്കെ കഴിഞ്ഞിട്ട് മീൻകറി വയ്ക്കാൻ കയറിയതാണ്. മക്കൾക്ക് ഒന്നും ഇപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. പരീക്ഷയുടെയൊക്കെ സ്റ്റഡി ലീവൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു സമാധാനമുണ്ട്. എന്നാലും നമ്മൾ രാവിലെ അടുക്കളയിൽ കയറും. രാവിലെ ചായയൊക്കെ ഇട്ടിട്ട് കാപ്പിക്കുള്ള പരിപാടിയൊക്കെ നോക്കും. കാപ്പിക്ക് ഇന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് വിചാരിക്കും ഞങ്ങളുടെ വീട്ടിലെ പുട്ടാണെന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു കേട്ടോ. അത്ര വെള്ളത്തിൽ ഇന്നാളിലേ ഞാൻ പറഞ്ഞേ കുക്കറിനകത്ത് കിഴങ്ങേറിയാണ്. വിശ്വാസം പോരാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇന്ന് കുക്കർ മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഇന്ന് ഏത് കറിയാ? ഇന്ന് ഇതിനകത്തൊരു മുട്ടയുണ്ട് കേട്ടോ. മുട്ട ചിലപ്പം ചാടിക്കൊണ്ടേ. വിശ്വാസമായോ? കുക്കർ മുട്ടക്കറി കേട്ടോ. ഇന്നാളിലേ ഞാനത് എടുത്ത് കാണിക്കാഞ്ഞത് ഞാൻ വേറെ ഏതോ ഒരു ശ്രദ്ധയിലായിരുന്നു കേട്ടോ. അപ്പോഴിന്ന് നമുക്ക് ചപ്പാത്തിയും കുക്കർ മുട്ടക്കറി ഞാൻ എളുപ്പത്തിനുണ്ടാക്കുന്നതാണ് കേട്ടോ. കുക്കറിനകത്ത് തന്നെ എല്ലാം വഴറ്റി അതിനകത്ത് നമ്മൾ മസാലയൊക്കെ ഇട്ട് എളുപ്പമാണല്ലോ. അങ്ങനെ മുട്ടയും ഞാൻ അതിനകത്ത് തന്നെ ഇന്ന് ഒറ്റ വിസിലടുപ്പിച്ച് എളുപ്പമാവുമല്ലോ. അങ്ങനെ മുട്ടക്കറി ഇതേപോലെ അടപ്പ ഇടപ്പോഴും തന്നെ ആദ്യമായിട്ട് എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഗ്യാസ് മാറ്റി വെപ്പിക്കുന്ന കേട്ടോ. എനിക്കും ഭയങ്കര പേടിയാണ്. അപ്പോഴെപ്പം തീർന്നാലും നമ്മുടെ അണ്ണം വരുന്നത് വരെ ഞാൻ നോക്കിയിരിക്കും. ഇന്ന് എൻ്റെ കൊച്ചിനെയും കൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇനി എപ്പോഴാണ് വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എന്നാൽ മോനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ ഒന്ന് എടുത്ത് വെക്കും. ഞാനാണെങ്കിൽ എല്ലാം ഓഫാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമോ, മൊബൈൽ ഇവിടെ കുത്തി വെച്ചിരുന്നു. ഞാനപ്പോഴും ഈ കുറ്റിയൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഇലക്ട്രോണിക്സ് എല്ലാ ഉപകരണങ്ങളും ഞാൻ ഓഫാക്കും. എനിക്ക് പേടിയാണ് വല്ല തീ പിടുത്തം വല്ലതും ഉണ്ടായാലും. അങ്ങനെ രാവിലെ നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ. മുട്ടക്കറി അങ്ങോട്ട് വെച്ചപ്പോൾ പടപടാന്നും പറഞ്ഞ് തീ അങ്ങ് കിട്ടും. പിന്നെ പെട്ടെന്ന് കുറ്റിയൊക്കെ മാറ്റി വെച്ച് അപ്പോഴും മീൻ അരി അടപ്പേ കിടക്കുന്നു. കാപ്പിയൊക്കെ എല്ലാവരും കഴിച്ചു. പിന്നെ മീന് നമുക്ക് പറ്റേന്ന് കിട്ടിയത് ചന്ത നമുക്ക് കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ച ചന്തയിൽ പോയി. അപ്പോഴും നമുക്ക് എനിക്ക് വറ്റ നിന്ന് എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം. ഇപ്പം നല്ല വറ്റയാണ് ഇത്. വറ്റ നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചാൽ നല്ലതായിരുന്നു കേട്ടോ. 2 ദിവസം ഞങ്ങൾ കൂട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ മുളക് കറിയാണ് വയ്ക്കുന്നത്. തേങ്ങയൊക്കെ അരച്ച് വെച്ച് ടേസ്റ്റായിട്ടും എന്നും ടേസ്റ്റ് പിടിക്കണ്ട കേട്ടോ. എന്നും ടേസ്റ്റൊന്നും പിടിക്കണ്ട, കുറച്ച് ടേസ്റ്റൊക്കെ കഴിച്ചാൽ മതി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് തേങ്ങ വറുത്ത് നമുക്ക് ഇന്ന് കറി വെക്കാണ്. മോര് കാച്ചിയതിരിപ്പം ഇനി എന്തെങ്കിലും തോരൻ വെക്കണം. പച്ചക്കറി ഫ്രിഡ്ജിനകത്ത് 2 ആഴ്ചത്തെ ഇവിടെ ഇരിക്കുന്നത്. അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് അങ്ങനെ എല്ലാം ഒന്നും എടുത്തില്ലല്ലോ, എല്ലാം ഇരുന്നിട്ട് ഇന്നലെ വീണ്ടും പോയി വാങ്ങിച്ചോളൂ. ഞാൻ പറഞ്ഞത് എല്ലാം കൂടെ എന്തോ ചെയ്യാനാ. എന്തായാലും അടിക്ക് പറക്കി അതിനകത്തെല്ലാം എടുത്ത് വെച്ച്. ഒത്തിരി പച്ചക്കറി ഇരിക്കുന്നു. ഇനി അതെല്ലാം ഇനി തീർക്കണം. കഴിക്കാനിട്ട് ആൾക്കാരും ഇല്ല.
വേണ്ട, ആർക്കും വേണ്ട. ഈ ചൂടായതുകൊണ്ട് പൊതുവേ എല്ലാവരും ആഹാരത്തോട് മടുപ്പായിരിക്കും. വെള്ളമാണല്ലോ, വെള്ളം കുടിയ അല്ലയോ. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നൊന്ന് അരച്ച് ഇത് ആറിയട്ടെ. നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരു 3-4 കഷ്ണം വറക്കാൻ വെച്ചു. മോൻ അവന് മീൻ വറുത്തത് വേണം, അപ്പോൾ അതും എടുത്തു വെച്ച്. മഴക്കോളുണ്ട് കേട്ടോ. എല്ലായിടത്തും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെള്ളമൊന്നും പറ്റിയില്ലല്ലോ കിണറ്റിനല്ലയോ. നമുക്ക് വെള്ളമൊക്കെ ഏറി നമ്മുടെ കനാലൊക്കെ തുറന്ന് കിട്ടത് കൊണ്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ആയി കേട്ടോ. ആറട്ടെ, എന്നിട്ട് ഞാൻ പൊടിച്ചിടാം. നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് അരച്ചിട്ടാം. വേണ്ട, നമ്മളെ മീൻ വറക്കാൻ അരപ്പൊക്കെ പുരട്ടി വെച്ചു. ആറിയിട്ടേ നമുക്കത് അരയ്ക്കാനൊക്കെ തുള്ളല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ അങ്ങോട്ട് പുരട്ടി വയ്ക്കാം. ആറിയൊക്കെ വന്നു കേട്ടോ. ഞാൻ ഇനി അരച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ എല്ലാം അരച്ച് തന്നു കേട്ടോ. അവളുള്ളത് കൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ ഒരാഴ്ച ഒന്നല്ല 2-3 ദിവസം ഞാൻ പെട്ടുപോയി. ഇവളെല്ലാം കേടായപ്പോഴേ വീണ്ടും മങ്ങി. അപ്പോഴൊരു കാര്യം ഞാൻ ചോദിക്കുമ്പോൾ അപ്പോഴെന്താ, ഇപ്പം എന്തായാലും ഒരു കുടുംബമാകുമ്പോൾ കുടുംബത്തൊക്കെ ഇപ്പം 2 ആളും ജോലി ചെയ്തേ നമുക്ക് എന്താ പോയി നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് മുൻപോട്ട് പോകത്തുള്ളൂ അല്ലേ. ഇപ്പോൾ ഒറ്റയ്ക്കൊരാളൊന്നും തുഴഞ്ഞിട്ടൊന്നും നമ്മുടെ ജീവിതങ്ങളൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ലെന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. നമ്മൾ ഇതേ മീൻകറിയൊക്കെ അങ്ങോട്ട് കലക്കി വെച്ച് കേട്ടോ, തിളക്കട്ടോ. നമ്മുടെ മീൻകറിയൊക്കെ അടപ്പേ വെച്ച് മീൻകറിയൊക്കെ ദേ തിളച്ച് വന്നു. ഞാൻ മീൻ വറക്കാനുള്ള എണ്ണ ഒഴിച്ച് വെച്ചു കേട്ടോ. എളുപ്പത്തിന് നമുക്കങ്ങ് ചെയ്യാം. ഇനി തോരൻ എന്തുവാണ്? തോരനെല്ലാം ഇരിപ്പുണ്ട്, പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്. ഉപ്പ് കുറവാണ്, ഈ ഉപ്പും കൂടെ വേണം. ഉപ്പിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇതേ ഒന്നുമില്ല, ഫുള്ളായിട്ട് കിടന്നത് കേട്ടോ. വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇന്നലെ ആ ലൈറ്റ് ഇടുമ്പോൾ ഒരുപാട് പ്രകാശം തോന്നിക്കുന്നത് ഞാൻ ഇന്നലെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ ആ സമയം കൊണ്ടുണ്ടല്ലോ എണ്ണ അങ്ങ് ഓഫാക്കി, അല്ലെങ്കിൽ തീ കയറും. ഞാനത് ശരിയാക്കാൻ പോകുമ്പോഴത്തേനേ പിന്നെ തീ കയറി എന്ത് ചെയ്യും? ഞാൻ അപ്പോഴും ഓഫാക്കിയായിരുന്നു കേട്ടോ എണ്ണ. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വിരുന്നുകാർ വരുന്ന ഒരു കിളി നിലയ്ക്കൂല, ആ കിളി ഒത്തിരി നേരം കൊണ്ട് ചിലയ്ക്കുന്നു. എൻ്റെ മീനൊക്കെ അടപ്പത്താ ഇരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നു കിളി, നീ ആരെയാണ് ഈ വിളിച്ച് വരുത്തുന്നത്? മീനൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതൊക്കെ ഒരു പരുവായിട്ട് വേണ്ട വിരുന്നുകാർ വരാന്. തരമില്ല, മുട്ടയുണ്ട്, അച്ചാറും ഉള്ള കറിയും കൂട്ടി അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി അരയ്ക്കും. അത്ര ഉളത്തില്ലല്ലോ. വിരുന്നുകാരൊക്കെ എന്താ ചമ്മന്തി അരച്ച് കൊടുത്തുകൂടെ? അല്ലേ, ചമ്മന്തി അരച്ച് കൊടുക്കാമെന്ന്. ഞാൻ രാവിലെ വിചാരിച്ച സാമ്പാർ വെക്കണം. എന്തിനാ ഉള്ള കറിയെല്ലാം കൂടെ വെച്ചാൽ ഇവിടെ പിന്നെ അത് പറയുന്നു. ഒരു കിളി അരക്കത്തില്ല, കിളിറാനോ അതാണെന്ന് തോന്നുന്നു, കിളിറാനാണെന്ന് തോന്നുന്നത്. മീൻ പതുക്കെ നമുക്ക് വേവട്ടെ. വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്. തോരൻ എന്താണോ? കാബേജ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ ഇടത്തിലിരിക്കില്ലേ, വേസ്റ്റായി പോകത്തില്ലേ. നമുക്ക് കാബേജ് തന്നെ അണ്ണനും അത്ര ഇഷ്ടമല്ല, പിള്ളേർക്കും ഇഷ്ടമല്ല. ഇനി കൊണ്ടുവരുമ്പോൾ ഞാനങ്ങ് തോരൻ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതൊന്നും കൊത്തിപ്പൊടിക്കാം. മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കേട്ടോ. മീൻ ഒരു വശം മൂത്തു. ഇട്ടോ മോനെ, ഇട്ടോ? അത് ഇട്ടില്ലയോ? ചതച്ചൊന്നും ഇടുന്നില്ല കേട്ടോ.
എനിക്കിന്ന് പൂ കിട്ടിയില്ല കേട്ടോ. എൻ്റെ പിച്ചി പണി മുടക്കിലാണ്. അവൾ പൂ തന്നില്ലെന്ന്. 1 2 പൂവ്. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാണ്. ഞാൻ അതുകൊണ്ട് ആ ദേഷ്യത്തിന് ഞാൻ പറിച്ചില്ല. അവൾക്ക് എന്നോട് ഈ ഇടയായിട്ട് ഭയങ്കര ദേഷ്യം. അത്രോളത്തിൽ ഞാനേ രാവിലെയും വൈകിട്ടും ഓരോ തൊട്ടി വെള്ളം കോരുന്നു. എന്നിട്ടും അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമില്ല. ഞാൻ ഇന്ന് ആ ഒരു കോണിലോട്ട് പോയതേ ഇല്ല. ഞാൻ വേറെ പിച്ച് വാങ്ങിച്ച് നട്ടു കേട്ടോ. ദേ നമ്മുടെ പോർട്ടിൻ്റെ അടുത്ത് അത് വളമൊക്കെ ഇട്ട് കിളിച്ചൊക്കെ വന്നു. പക്ഷെ ആദ്യം ഒരു 2 പൂ എനിക്ക് ആയി കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം പെട്ടെന്ന് തന്നെ കിളിക്കും. പക്ഷേ ഈ പിച്ചിക്കൊരു സ്വഭാവമുണ്ടേ, അങ്ങ് ഉണങ്ങി പോകും ഒത്തിരി കമ്പുകൾ. പിന്നെ അതങ്ങ് ഒടിച്ചെടുത്തങ്ങ് കളയും. പിന്നെ വീണ്ടും കിളുത്ത് വരും. അങ്ങനെയാണ് ഈ പിച്ചിയുടെ ഒരു സ്വഭാവം. പക്ഷേ മുല്ലയ്ക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. മുല്ല അല്ലാതെ അങ്ങ് തിരിക്കും. മുല്ലയ്ക്കകത്തും പൂവുണ്ട് കേട്ടോ. എൻ്റെ മുറ്റം നിറച്ചും കരിയില. എൻ്റെ PA ഇന്നലെ വന്നതായിരുന്നു. പക്ഷേ എനിക്ക് അക്രി പറ്റി. എന്നോട് പറഞ്ഞേ ഞാൻ രാവിലെ വന്ന് എല്ലാം തൂത്ത് തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തൂത്തോളാമെന്ന്. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തോ നടുവേദനയായിരുന്നു എന്നറിയാം. ഇപ്പം ഞാൻ വിചാരിക്കുക ദൈവമേ വന്നാരെയും വരും ചെയ്ത് തന്നോളും കേട്ടോ. കുഴപ്പമില്ല, നല്ല സ്നേഹമോ കഷ്ടം. എന്നോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ഞാൻ രാവിലെ വന്ന് തൂത്ത് തരാം. എൻ്റെ അഹങ്കാരം. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. വരും, കറങ്ങിത്തിരിഞ്ഞ് എന്തായാലും ഇവിടെ വരും. എന്നിട്ട് എപ്പോഴും വന്ന് മുറ്റം നോക്കിയിട്ട് പറയുന്നുണ്ട് മൊത്തം കരിയിലയാണല്ലോ എന്ന്. ഇതേമണി ഒത്തിരി മാങ്ങ വാങ്ങിച്ചൊന്നും ഇനി അതൊക്കെ ഞാൻ വിചാരിച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്കൊന്ന് ഉണക്കിയല്ല ഒന്ന് വാട്ടിയിട്ട് നമുക്ക് മാങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു. വെള്ളമില്ലാതെ എണ്ണയ്ക്കകത്തിട്ട് മാങ്ങ എടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി നേരം ഇവിടെ ഇരിപ്പുണ്ടല്ല, അച്ചാർ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ എന്താ വെള്ളമായിട്ടിട്ട് ഇവർ ചിലപ്പോൾ ഓരോ ഇഷ്ടങ്ങളാണ് ഇവർ പറയണേട്ടോ. ചിലപ്പം പറയും വെള്ളം വേണ്ടാന്ന് പറയും, ചിലപ്പം പറയും വെള്ളം വേണമെന്ന്. ഇവിടെ നാരങ്ങയെക്കാട്ടിലും പോകുന്നത് മാങ്ങയാട്ടോ. ഇവർക്ക് മാങ്ങ, എനിക്കും മാങ്ങയാണ് ഇഷ്ടം. പിന്നെ നമ്മളിൽ ബിരിയാണിയോ വല്ലതും കഴിക്കുവാണെങ്കിൽ അങ്ങനെ കാണാം നമ്മൾ എന്താ നാരങ്ങ. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് തിരികെ ഞാനിതൊന്നേ കടുവ് വറുത്ത് അതിനകത്തോട്ടിടാം. അരിയിട്ട് കേട്ടോ. നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചു കേട്ടോ. കടുവൊക്കെ പൊട്ടിച്ചു, തേങ്ങയൊക്കെ തിരികി ഞെരടിയൊക്കെ കൊണ്ടുവന്നു. ചതച്ചിട്ടല്ല, ഞെരടി ഇട്ടതാണ് കേട്ടോ. ഈ മഴയ്ക്കാണോ അതോ എന്തെങ്കിലും കാറ്റ്, ഇടയ്ക്കങ്ങ് കാറ്റും വരുന്നു. എന്തൊക്കെയാണോ ഈ അന്തരീക്ഷത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ. അസുഖത്തിനൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ കാറ്റ് വീശുന്നതിൽ. മോരുകറി, മീൻ വറുത്തത്, മീൻ കൂട്ടാൻ, തോരൻ, പിന്നെ പോരാത്തിന് മാങ്ങാച്ചാർ. ഇത്രയൊക്കെ മതി. പച്ചമോരിന് വേറെ ഇരിക്കുന്നു. ഇനി ഇരിക്കുന്നു കേട്ടോ പച്ചമോര്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ വിചാരിച്ചത് സാമ്പാർ വെക്കണമെന്ന്. ഇനി സാമ്പാർ, മോര് എല്ലാം കൂടെ ആയാലും ഇങ്ങനെ കഴിക്കാനും ആള് വേണ്ടേ ഇവിടെ. തോന്നെ വേവട്ടെ കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് തോരനും കൂടെ ആയാൽ മതിയല്ലോ. അപ്പോഴതൊക്കെ വെന്ത് ചോറും കൂടെ കഴിച്ചാൽ മതി, നമ്മുടെ പരിപാടി കഴിയും. പിന്നെ എൻ്റെ പരിപാടിയിൽ ഈ മാങ്ങയൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കഴുകി അരിഞ്ഞ് വെയിലത്ത് വെച്ച് നമുക്ക് അച്ചാറിടണം. അപ്പോൾ വെയിലത്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് വേണ്ട, എങ്ങനെയെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കല്ലേ. ഈ ചേരയെ ഒടിക്കാൻ ഇഷ്ടം പോലെ വെളുത്തുള്ളിയും കിട്ടി. മെനഞ്ഞാന്നുണ്ടല്ലോ ഒരു 2 കിലോ വെളുത്തുള്ളി ഞാൻ ചതച്ച് വാരി ഇവിടെ എല്ലാം ഇട്ട് കേട്ടോ. വീണ്ടും വെളുത്തുള്ളി എനിക്ക് ഇഷ്ടം മാതിരി. വെളുത്തുള്ളിക്ക് ആരോ പറയുന്നത് കേട്ടു വെളുത്തുള്ളിക്ക് വില കൂടുതലാണെന്ന്. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒന്നും വില തിരക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയും തേങ്ങയും നമുക്ക് ചന്തയായിരുന്നല്ലോ അപ്പോഴും അവിടെ നിന്ന് കൊണ്ടുവന്നേ കേട്ടോ. തേങ്ങയൊക്കെ നിങ്ങൾ വാങ്ങിക്കോ കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ 10 തേങ്ങ എനിക്ക് കൂടെ തന്ന് സഹായിരി കേട്ടോ. ഇനി ഇതരിഞ്ഞ് വെയിലത്തോട്ട് വയ്ക്കണം, അതൊരു പണിയാണ്. അന്നേരം വെയിലത്ത് നമ്മുടെ ഫോണൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല കേട്ടോ. അരിഞ്ഞ് വെച്ചു. വൈകിട്ട് ഇവിടെ എല്ലാം തൂത്ത് കേട്ടോ. നാളെ 1-ാം തീയതിയല്ലേ.
അപ്പോഴേ അങ്ങ് കാറ്റടിക്കുന്നുണ്ട്, കരിയിലയുണ്ട്. ഞാൻ ഇതിനകം എല്ലാം തൂത്ത് വെളുപ്പിച്ച്, പിന്നെ റോഡ് തൂത്തൽ ഒത്തിരി തൂക്കാനുണ്ട് കേട്ടോ, അത് നാളെ കാണാട്ടെ. അപ്പോഴതൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചു, എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചു. എല്ലാവരും തീ കത്തിയില്ല, അവിടെയും തീ കത്തിയും. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അമ്പിളിമാമൻ ദേ നിൽക്കുന്നു അതുകൊണ്ട്. നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ